എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതാരുമില്ലെനിക്ക്. ആത്മനാഥ ഈ പാരിടത്തിൽ എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇന്നീഹത്തിൽ നിന്നിലല്ല ദില്ല സന്തോഷം ജീവിതത്തിൽ. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകളും. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിടുമ്പോൾ, പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീയും കൈവിടുമോ? എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. നല്ലതല്ലാതൊന്നുമില്ല, നീ നൽകുമെല്ലാം നന്മയല്ലോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തെന്നെ നിൻഹിതം പോൽ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോവിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. താബോർ മലയെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. താബോർ മല രൂപാന്തരപ്പെട്ട മലയാണ്. താബോർ മലയിൽ
യേശുക്രിസ്തു തേജോമയനായി പ്രത്യക്ഷപ്പെട്ട മലയാണ്. യേശുവിനെ തേജസ്സിൽ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ മഹാതേജസ്സിൽ, ദിവ്യ പ്രകാശത്തിൽ ശിഷ്യന്മാർ കണ്ട മലയാണ്. താബോർ മല തേജോമയനായ ക്രിസ്തുവിൻ്റെ അത്യത്ഭുതകരമായ മഹത്വത്തെ ശിഷ്യന്മാർ സന്ദർശിച്ച മലയാണ്. താബോർ മല പ്രാർത്ഥനയുടെ മലയാണ്. താബോർ മല ദൈവാശ്രയത്തിൻ്റെ മലയാണ്. താബോർ മല ദൈവിക കൂട്ടായ്മയുടെ മലയാണ്. ദൈവിക ഫെലോഷിപ്പിൻ്റെ മലയാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, താബോർ മലയിലെ രൂപാന്തര സമയത്ത് 4 തരത്തിലുള്ള ശബ്ദങ്ങൾ അവിടെ മുഴങ്ങിയെന്ന്. ഒന്ന്, ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. അത് പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന, ഡിപ്പെൻഡൻസ്, ആശ്രയത്തിൻ്റെ ശബ്ദം മുഴങ്ങി. നാം വായിക്കുന്നത് അങ്ങനെയാണ്: അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ സ്വരം അവിടെ മുഴങ്ങി. താബോർ മലയിൽ ദൈവാശ്രയത്തിൻ്റെ ശബ്ദം മുഴങ്ങി. പ്രാർത്ഥന കേവലം ഉരുവിടുന്നതല്ല, കേവലം ചൊല്ലിക്കൂട്ടുന്നതല്ല. പ്രാർത്ഥന ഒരു ചടങ്ങല്ല, പ്രാർത്ഥന ഒരു കർമ്മ പരിപാടിയല്ല. പ്രാർത്ഥന അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ദൈവാശ്രയത്തിൻ്റെ സ്വരമാണ്. ഇറ്റ് ഈസ് ദി വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ശബ്ദമാണ് പ്രാർത്ഥന. മനുഷ്യൻ്റെ നിസ്സാരത, ദൈവത്തിൻ്റെ മഹാ ഔന്നത്യം, മനുഷ്യൻ്റെ അല്പത്വം, ദൈവത്തിൻ്റെ മഹാപരിശുദ്ധി. നിസ്സാരനായ മനുഷ്യൻ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ നിസ്തുല കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ അതുല്യ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നതാണ് പ്രാർത്ഥന. ഹന്ന പറഞ്ഞു, യജമാനനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം അങ്ങനെ കാണുന്നു. യജമാനനെ ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. യജമാനെ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയത്രേ ചെയ്തത്. വാടിയ മുഖത്തോടെ ദൈവാലയത്തിൽ വന്ന ഹന്ന മുഖം വാട്ടം മാറിയവളായി ദൈവാലയത്തിൽ തിരികെ പോയി. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങി ശമൂവേൽ ബാലനെ. മച്ചിയായ ഹന്ന, വന്ധ്യയായ ഹന്ന, മക്കളെ പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഹന്ന ദൈവത്തോട് ചോദിച്ചൊരു മകനെ വാങ്ങി, ശമൂവേൽ ബാലൻ. പ്രിയപ്പെട്ടവരെ, ദൈവാശ്രയത്തിൻ്റെ ശബ്ദം, പ്രാർത്ഥന ദൈവാശ്രയത്തിൻ്റെ ശബ്ദമാണ്. പ്രാർത്ഥിക്കുമ്പോൾ മുഖഭാവം മാറും, പ്രാർത്ഥിക്കുമ്പോൾ മുഖ തേജസ് വരും, പ്രാർത്ഥിക്കുമ്പോൾ ആകെ ശുഭ്രസ്വച്ഛമായി മാറും. എല്ലാം നല്ല തെളിഞ്ഞ അച്ചസ്ഫടിക സങ്കാശം പോലെ എന്ന് പറയുമല്ലോ. അച്ചസ്ഫടിക സങ്കാശം, ഒരു കളങ്കവുമില്ലാത്ത സ്ഫടികം പോലെ, ഒരു ചെറിയ മറുകു പോലുമില്ലാത്ത കളങ്കമില്ലാത്ത സ്ഫടികം പോലെ, ഗ്ലാസ് പോലെ അച്ചസ്ഫടിക സങ്കാശം. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം വെള്ളയായിത്തീരും. ഇരുണ്ടതെല്ലാം മാറും, കറയെല്ലാം മാറും. പ്രാർത്ഥിക്കുമ്പോൾ മ്ലാനതയെല്ലാം മാറും, വാട്ടമെല്ലാം മാറും, തളർച്ചയെല്ലാം മാറും, നിരാശയെല്ലാം മാറും. പ്രാർത്ഥിക്കണം. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഡിപ്പെൻഡൻസ്. അത് ദൈവാശ്രയത്തിൻ്റെ ശബ്ദമാണ് മുഴങ്ങിയത്. രണ്ടാമത് നാം കണ്ടത് ഇറ്റ് വാസ് ദ വോയിസ് ഓഫ് ഫെലോഷിപ്പ്. അത് കൂട്ടായ്മയുടെ ശബ്ദമായിരുന്നു. നാം അതാണ് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ക്രിസ്തുവിനോടുള്ള ഫെലോഷിപ്പിൽ വിശുദ്ധന്മാർ സംസർഗം ചെയ്യുന്നു. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ വിശുദ്ധന്മാർ സംഭാഷണം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കിടപ്പുമുറിയിൽ വെച്ച് സംഭാഷണം ചെയ്യാം, ഉറങ്ങാൻ കിടക്കുമ്പോൾ സംഭാഷണം ചെയ്യാം, ബസ്സിലിരിക്കുമ്പോൾ സംഭാഷണം ചെയ്യാം. ബസ്സിൽ
കഷ്ടപ്പെട്ട് വിഷമിച്ച് സീറ്റ് കിട്ടാതെ ഒരു കൈ കൊണ്ട് താഴെ ബാഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേറൊരു കൈ കൊണ്ട് ബസ്സിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാം. അടുക്കളയിൽ ധൃതി പിടിച്ച് ജോലി ചെയ്യുമ്പോൾ കർത്താവിനോട് സംഭാഷണം ചെയ്യാം. ഓഫീസിൽ തലചൊറിയാൻ നേരമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ക്രിസ്തുവിനോട് സംഭാഷണം ചെയ്യാം. ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ പിള്ളേരോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് സംഭാഷണം ചെയ്യാം. എന്തെങ്കിലും ബോർഡിൽ എഴുതാൻ തിരിഞ്ഞ് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ മാറിൽ ചാരി നിന്നുകൊണ്ട് ഹൃദ്യമായി സംഭാഷണം നടത്താം. ദൈവജനമേ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ, എവർ ലിവിങ് ഫെലോഷിപ്പ്, എപ്പോഴും സജീവമായ കൂട്ടായ്മ, എപ്പോഴും കൂട്ടായ്മ. കൂട്ടായ്മ യോഗങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂട്ടായ്മയോ ക്രിസ്തുവിനോടും അവൻ്റെ പിതാവിനോടും തന്നെ, പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും നമുക്ക് കൂട്ടായ്മ. നമുക്ക് പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂട്ടായ്മയുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അതില്ലെങ്കിൽ പിന്നെ കൂട്ടായ്മയില്ല. നാം ഇങ്ങനെ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും നമുക്ക് അഭേദ്യമായ സ്നേഹബന്ധത്തിൻ്റെ ദാർഢ്യമുള്ളത് കൊണ്ടാണ് നാം കൂടി വരുന്നത്. സ്തോത്രം. ആ ദൃഢമായ സ്നേഹബന്ധം അതില്ലെങ്കിൽ കൂട്ടായ്മ ചടങ്ങാണ്. കൂട്ടായ്മയും ഒരു ആചാരം, അതും ഒരു ചടങ്ങ്. എന്താ, ബൈബിൾ ഉണ്ടായിരിക്കും കയ്യിൽ, കൂട്ടായ്മക്കാർ. ബൈബിളിൽ ഇപ്പോൾ പറഞ്ഞാൽ ബൈബിള് നല്ല കറുത്ത നല്ല ഒന്നാന്തരം ഒരു റാപ്പർ, നല്ലൊരു ഒരു കവറുണ്ടായിരിക്കും, നല്ല സിബൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ആ ബൈബിളിൻ്റെ പുറത്ത് ജീസസ് ഈസ് പീസ്, അത് അല്ലെങ്കിൽ പീസ് ബി വിത്ത് ഗോഡ്, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തോട് സമാധാനം, ഇതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഇതൊക്കെ എഴുതി വച്ചിരിക്കും. പക്ഷേ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും കൂട്ടായ്മയില്ലാതെ ഇതൊക്കെ ഈ വേദപുസ്തകമായിട്ട് കൂട്ടായ്മയിൽ വരാം. ചുണ്ടിൽ പ്രൈസ് ദ ലോർഡ് ഉണ്ടായിരിക്കും, ചുണ്ടിൽ ഹാലേലുയ ഉണ്ടായിരിക്കും, ചുണ്ടിൽ സ്തുതി സ്തുതി സ്തോത്രം സ്തോത്രം ഹാലേലുയ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനതിനൊന്നും എതിർക്കല്ല കേട്ടോ. പക്ഷേ പിതാവിനോടും പുത്രനായ യേശു ക്രിസ്തുവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഒത്തിട്ട് ഒരുമിച്ച് നടക്കത്തക്കവണ്ണം ഒരു ഹൃദയമാകണം. പിതാവിൻ്റെ ഹൃദയം, പുത്രൻ തമ്പുരാൻ്റെ ഹൃദയം, യേശുവിൻ്റെ സ്വഭാവം. അതില്ലാതെ എന്ത് കൂട്ടായ്മ? യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ വിട്ടുവീഴ്ച മനോഭാവം, യേശുവിൻ്റെ ക്ഷമ, യേശുവിൻ്റെ എളിമ, യേശുവിൻ്റെ സിംപ്ലിസിറ്റി, യേശുവിൻ്റെ ലാളിത്യം, സ്തോത്രം, യേശുവിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പാപത്തോടുള്ള വെറുപ്പ്, യേശുവിന് ആ വെറുപ്പുണ്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ അതത് നല്ല ലക്ഷണമാണ്. പിതാവിനോടും പുത്രനായ ക്രിസ്തുവിനോടും കൂട്ടായ്മയുണ്ട്. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഫെലോഷിപ്പ്. മൂന്നാമത്തേത് വായിക്കാം, 33-ാമത്തെ വാക്യം. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒരു ശബ്ദം, പത്രോസിൻ്റെ ശബ്ദമാണത്. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ പറഞ്ഞു. പറയുന്നത് എന്നാണെന്നറിയാതെ പത്രോസ് അങ്ങ് പറഞ്ഞു. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ ശബ്ദം. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഇഗ്നറൻസ്. താബോർ മലയിൽ മുഴങ്ങിയ ശബ്ദം അത് അറിവില്ലായ്മയുടെ ശബ്ദമാണ്, അറിവുകേടിൻ്റെ ശബ്ദമാണ്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കേട്ടാൽ നല്ല ഇമ്പമായ ശബ്ദം പോലെ തോന്നുമല്ലേ? ഓ, പത്രോസിന് ദൈവത്തോട് എന്തൊരു സ്നേഹം, എന്തൊരു ഇഷ്ടം, ആ കൂട്ടായ്മയിൽ എന്തൊരു താല്പര്യം, എന്തൊരു സന്തോഷം. കൂട്ടായ്മയിൽ ഇരിക്കാൻ പത്രോസിന് എന്ത് ആഗ്രഹം. അവിടെ തന്നെ ഇരിക്കാനാണ്. കുടിലുണ്ടാക്കി അവിടെ പെരകെട്ടി താമസിക്കാമെന്നാണ് പറയുന്നത്. പെരകെട്ടി താമസിക്കാമെന്നാണ് പറയുന്നത്. വീടുണ്ടാക്കി പാർക്കാമെന്ന്. ഒരു 3 കുടിലുണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്തൊരു നിസ്വാർത്ഥത. അപ്പോൾ പത്രോസ്, നിനക്കോ? ഈ നിൻ്റെ കൂട്ടുകാർ യാക്കോബിന് യോഹന്നാനോ? യേശുവിനുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഇല്ലേ? ഞങ്ങൾക്ക് പിന്നെ വേറെ വേണ്ടല്ലോ. ഓ, എന്തൊരു നിസ്വാർത്ഥത, എന്തൊരു ദൈവസ്നേഹം നമുക്ക് തോന്നും. അതെ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലേ. എന്നാൽ അതിൻ്റെ വേറൊരു വശം കേൾക്കൂ. ഇറ്റ് വാസ് ദി വോയിസ് ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ, അറിവുകേടിൻ്റെ ശബ്ദമാണ്. കാരണം
സ്വർഗത്തിലെ ദൈവം തേജസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനെന്നറിയാമോ? താഴ്വരയിലെ ചന്ദ്രരോഗിയുടെ അരികിലേക്ക് ചെല്ലാനാണ്. ഹല്ലേലൂയ. താഴ്വരയിലെ വലയുന്നവരുടെ അടുക്കിലേക്ക് ചെല്ലാനാണ്. താഴ്വരയിലെ രോഗികളുടെ അടുക്കിലേക്ക് ഇറങ്ങാനാണ്. താഴ്വരയിലെ ദുരിതമനുഭവിക്കുന്നവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിയവരുടെ വേദനയിൽ പങ്കുചേരാനാണ്. ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവരുടെ വേദനയെ ആറ്റി അകറ്റാനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഇരുന്ന് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിച്ച് ദന്തഗോപുരത്തിൽ പാർക്കാനല്ല. ദന്തഗോപുരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദന്തഗോപുരം. ഞാനിവിടെ ഇരുന്ന് ഞാനങ്ങ് സുഖിച്ചോളാം. എനിക്കിത് മതി, എനിക്കിത് മതി. എപ്പോഴും ഈ സന്തോഷത്തിലിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, എന്താ കാര്യമെന്നറിയാമോ? പത്രോസിന് ക്രിസ്തീയ ജീവിതം എന്തെന്ന് മനസ്സിലായില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴം മനസ്സിലായില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കുരിശിൻ്റെ ജീവിതമാണ്, കുരിശിൻ്റെ മാർഗമാണ്. അത് യാതനയുടെ ജീവിതമാണ്, അത് കഷ്ടതയുടെ ജീവിതമാണ്. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുന്ന ജീവിതമാണ്. ടു പെയിൻ വിത്ത് ദി പെയിൻ ഓഫ് ദ പെയിൻഡ്, ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. കേട്ടിട്ടുണ്ടോ? അതാണ് വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ സ്നേഹം. ഞാനങ്ങ് ചെല്ലുകൊട്ടാരത്തിലിരിക്കുന്നതല്ല, ഞാനങ്ങ് ഐവറി ടവർ ദന്തഗോപുരത്തിൽ വസിക്കുന്നതല്ല, ഞാനങ്ങ് സുഖിച്ച് കഴിയുന്നതല്ല. ജനലക്ഷങ്ങൾ, അർത്ഥപ്രാണര്, വശം കെട്ടവർ, സ്നേഹിതരെ, ദുരിതപൂരിതമായ ജീവിത യാതനകളിൽപ്പെട്ട് ഉഴലുന്നവർ, ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ പതറി ഉലഞ്ഞു പോയവർ, ജീവിതമാകെ വലഞ്ഞ് നൈരാശ്യ കുഴിയെ ആണ്ടുപോയവർ, ഇവരുടെ ഇടയിലേക്ക് ആശ്വാസത്തിൻ്റെ കരവും നീട്ടിക്കൊണ്ട് ചെല്ലുവാനുള്ള ഭാഗധേയവും പദവിയുമാണ് ഒരു വിശ്വാസിക്ക് ക്രിസ്തു കൊടുത്തിരിക്കുന്നത്. ശീമോൻ പത്രോസ് അതിന് തയ്യാറാകേണ്ടതായിരുന്നു. ശീമോൻ പത്രോസ് അതിന് ഒരുങ്ങേണ്ടതായിരുന്നു. ഈ തേജസ് കണ്ടിട്ട് താഴ്വരയിലെ ദുരിതപ്പെടുന്നവരുടെ ഇടയിലേക്ക് ചെല്ലാൻ തത്രപ്പെടേണ്ടതായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു സന്തോഷം, ഈ സന്തോഷം എന്താണെന്ന് അറിയാത്തവരിലേക്ക് ഇത് പകരേണ്ടിയിരിക്കുന്നു. എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം, ഒരു വലിയ സ്വർഗീയ കൃപയും നിറവിൻ്റെ ആനന്ദ തിമിർപ്പും എനിക്ക് ലഭിച്ചു. അത് അനേകർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. കർത്താവേ, ഇവിടെ ഇരിക്കുകയല്ല വേണ്ടത്. നാഥ, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിൻ്റെ കൂടെ ഞങ്ങളും ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ നിന്നോട് പറയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ അത് വരാഞ്ഞത്? പാവം പത്രോസിന് എന്താ അങ്ങനെ ഒരു വാക്ക് വരാഞ്ഞത്? കർത്താവെ, ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയുന്നതിന് പകരം, കർത്താവെ, നീ താഴ്വരയിലെ കഷ്ടപ്പാടുള്ള ജനത്തിൻ്റെ മധ്യത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ നിൻ്റെ കൂടെ നിൻ്റെ കയ്യെ താങ്ങിക്കൊണ്ട് ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയാൻ പറ്റാഞ്ഞത് എന്താ? പത്രോസിന് അറിഞ്ഞുകൂടാ ദുരിതമനുഭവിക്കാനുള്ളതാണ് ക്രിസ്തീയ ജീവിതമെന്ന്, അത് പീഡയേൽക്കാനുള്ളതാണെന്ന് അറിഞ്ഞുകൂടാ. പത്രോസ് ധരിച്ചത് യേശുക്രിസ്തു ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. പത്രോസ് ധരിച്ചത് യേശുക്രിസ്തു റോമൻ ഗവൺമെൻറ്റിൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് യഹൂദജാതിയെ ഉദ്ധരിക്കും. പത്രോസ് ധരിച്ചത് ഈ യേശുവിൻ്റെ കൂടെ നടന്നാൽ യഹൂദൻ്റെ കഷ്ടപ്പാടുകൾ തീരും, സ്വന്തം ജനത്തിൻ്റെ യാതനകൾ തീരും. ഇന്ന് അന്യദേശത്തെ സർക്കാർ യഹൂദ ജനതയെ ഭരിക്കുന്നു. ചുങ്കം പിരിച്ചു കൊണ്ടുപോയി റോമിലെ സീസർ ചക്രവർത്തിമാർ കൊഴുക്കുന്നു. ഈ പാവപ്പെട്ട യഹൂദൻ വിയർപ്പൊഴുക്കി പണിയുന്നതിൻ്റെ എല്ലാ ഫലവും അവിടെ റോമൻ സർക്കാർ, റോമൻ സീസർ, കൈസറുടെ ആളുകൾ, ഗവർണറും സിൽബന്ദികളും എല്ലാം കൊണ്ടുപോകുന്നു. അവരുടെ ഉരുക്കുമിഷ്ടിയിൽപ്പെട്ട് പാവം യഹൂദ ജനത ഞെരിയുന്നു. ഒരു മോചനം കിട്ടണം, രാഷ്ട്രീയ മോചനം, സാമ്പത്തിക മോചനം. യഹൂദജാതിയുടെ ഇടയിലുള്ളതായ അടിമത്തം, അതിൽ നിന്ന് മോചനം കിട്ടണം. ഇതിനു വേണ്ടി യഹൂദജാതി റോമൻ ഗവൺമെൻറ്റിൻ്റെ ആധിപത്യത്തിൽ കെട്ട് ഞെരിയുന്നത് അതൊന്ന് മാറി ജനതയ്ക്കൊരു മോചനം കിട്ടണം, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഊഷ്മള നിശ്വാസം ഉതിരണം ആഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ പത്രോസിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് തൊട്ട് മുൻപ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ് യേശുവിനോടൊരു കാര്യം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പീഡയേൽക്കും, എന്നെ ഈ റോമൻ സർക്കാർ ക്രൂശിക്കും, യഹൂദ ജനത തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും, എൻ്റെ
എൻ്റെ നാട്ടിൽ വെച്ച് തന്നെ ഞാൻ ക്രൂശിക്കപ്പെടും, പക്ഷേ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ ഇവിടെ എനിക്ക് പീഡയുണ്ടാകും, ഞാൻ അടി കൊള്ളും, ഞാൻ യാതനയേൽക്കും, ഞാൻ വളരെ പീഡ സഹിക്കേണ്ടി വരും. ഇതൊക്കെ കേട്ടു പത്രോസിനങ്ങ് സഹിച്ചില്ല. പത്രോസ് സഹിച്ചില്ല. കാരണം യേശുവിന് പീഡയേൽക്കുകയെ, ഇത്രയും രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, കുഷ്ഠരോഗിക്ക് ആശ്വാസം കൊടുത്തു, കണ്ണുകുരുടന് കാഴ്ച കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, എത്ര കുടുംബങ്ങൾക്ക് ആശ്വാസം കിട്ടി. ഈ യേശുവിന് ദുരിതം വരിക, അത് പത്രോസിനെ ചിന്തിക്കാവുന്നതല്ല. പത്രോസ് കൂട്ടത്തിൽ നിന്ന് യേശുവിനെ ഒന്ന് വിളിച്ച്, കർത്താവേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ, വിളിച്ച് മാറ്റിക്കൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, കർത്താവേ നിനക്കങ്ങനെയൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ ദുരിതം വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നോ, നെവർ, പാടില്ല കർത്താവേ, നിനക്കങ്ങനെ വരാൻ പാടില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ നാം അത് കാണും. യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് യേശു പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ, യേശുവോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടെത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യേശുവിന് മുഖപക്ഷമില്ല. എന്താണ് ക്രിസ്തുവിൻ്റെ മാർഗമെന്ന് പത്രോസിന് മനസ്സിലാകുന്നില്ല. പക്ഷേ ക്രിസ്തു വന്നത് ക്രൂശിക്കപ്പെട്ട് മരിക്കാനാണ്, യാതനയേറ്റ് മരിക്കാനാണ്, പീഡയേറ്റ് മരിക്കാനാണ്. ഒരു ഗോതമ്പ് മണി നിലത്തി വീണ് ചാകാനാണ്. ഒരു ഗോതമ്പ് മണി നിലത്തി വീണ് ചത്തെങ്കിലേ അനേകം ഗോതമ്പുകൾ ഉളവായി വരികയുള്ളൂ. ഗോതമ്പ് മണി നിലത്തി വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. ഇതൊന്നും പത്രോസിന് മനസ്സിലാകുന്നില്ല. ഏത് വചനം കേട്ടാലും അവനവന് പ്രിയങ്കരമായത് മാത്രമേ ഉള്ളിൽ തട്ടുന്നുള്ളൂ, അല്ലാത്തത് ഏശുന്നില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറഞ്ഞു, അയ്യോ നിനക്കങ്ങനെ വരാൻ പാടില്ല, പാടില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, നീ മനുഷ്യരുടേതേ നോക്കുന്നുള്ളൂ, ദൈവത്തിൻ്റേത് നീ കരുതുന്നില്ല. ദൈവത്തിൻ്റെ വഴി നീ അറിയുന്നുണ്ടോ? ആ പത്രോസിന് സാത്താനെ വിട്ടുപോയി എന്ന് പറഞ്ഞ് പാവം പത്രോസ് നിരാശപ്പെട്ട് പോയില്ല. പത്രോസ് പുറത്ത് മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. 6 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവ് താബോറിലേക്ക് കയറിപ്പോയി. സാത്താനെ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞ് ശാസിച്ചിറക്കി വിട്ട ശീമോൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവ് താണ്ടെ അങ്ങ് താബോറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. സ്പെഷ്യൽ ഇന്നർ ഗ്രൂപ്പിൽ ഈ പത്രോസിനെ കർത്താവ് കൂട്ടിയിരുത്തി. ദൈവത്തിൻ്റെ സ്നേഹം എന്താ അല്ലേ? എന്തൊരു സ്നേഹം! കർത്താവിൻ്റെ കരുണ! എന്തിനാ കർത്താവ് ശാസിച്ചത്? സാത്താൻ ഇടം കൊടുത്തു, അവിടെ ശാസിച്ചേ പറ്റൂ, ആ ദുഷ്ടനെ മാറ്റിയേ പറ്റൂ, സാത്താനെ മാറ്റിയേ പറ്റൂ. പത്രോസിൻ്റെ ഉള്ളിൽ സാത്താൻ കയറിയാണ് ക്രൂശിൻ്റെ വഴിയെ നിഷേധിക്കാൻ കർത്താവിനെ ഉപദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ഞാൻ കണ്ടൊരു പ്രത്യേകത നിങ്ങളോട് പറയാം. ഈ അവസാനം കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു തീബരിയാസ് കടൽക്കരയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർക്ക് ആഹാരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, പ്രാതലൊരുക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, അവരുടെ വിശപ്പൊക്കെ മാറി, കുളിരൊക്കെ മാറി. പത്രോസ് അവിടെയുണ്ട്, കൂടെയുണ്ട്. പത്രോസ് ആ നേതൃത്വം കൊടുത്തത്. അവർ തീബരിയാസിലേക്ക് പഴയ പടകെടുക്കാനും പഴയ വലയെടുക്കാനും പഴയ തൊഴിലിൽ പോകാനൊക്കെ നേതൃത്വം കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയത് പത്രോസാണ്. പക്ഷേ ഇങ്ങനെയെല്ലാം ഒരിക്കൽ തള്ളിപ്പറഞ്ഞു. പലപ്പോഴും ശാസന കിട്ടിയിട്ടും കാര്യം പിടികിട്ടിയിട്ടില്ല, കുരിശിൻ്റെ വഴി മനസ്സിലാകുന്നില്ല, ഇവനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണെങ്കിലും യേശുക്രിസ്തുവിനെ മാറ്റിക്കൊണ്ട് പോയിട്ട് അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് നമ്പരുന്നു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ, എൻ്റെ ആടുകളെ പാലിക്കാൻ. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. വീണ്ടും 3-ാമത്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ സ്നേഹിതരെ, നമുക്ക് പല കുഴപ്പങ്ങളും ഉണ്ട്. ക്രൂസിൻ്റെ വഴിയൊന്നും പിടികിട്ടിയിട്ടില്ല. ഈ പീഡയുടെയും യാതനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും തെറ്റിദ്ധാരണയുടെയും വഴിയിൽ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊന്നും സമർപ്പണമൊന്നും നമുക്ക് വന്നിട്ടില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിനോടൊരു ചെറിയ പ്രിയമുണ്ട് നമുക്ക്. അതാ നമ്മുടെ സ്വത്ത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോടൊരു പ്രിയമുണ്ട് നമുക്ക്. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ. എൻ്റെ ആടുകളെ മേയിക്കുക, എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോയാലും പിന്നെയും പിന്നെയും വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രൂസിൻ്റെ സ്നേഹം, അകന്നുപോയാലും പിന്നെയും പിന്നെയും അടുപ്പിക്കുന്ന ക്രൂസിലെ നിസ്തുല സ്നേഹം, വിട്ടുപോയവനെ തേടിച്ചെന്ന് കോരിയെടുത്ത് മാറോടണയ്ക്കുന്ന ക്രൂസിലെ നിസ്തുല സ്നേഹം, ആ സ്നേഹം ഇതാ ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിൽ വന്ന് കെഞ്ചുന്നു. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിൻ്റെ ഹൃദയത്തോടൊന്ന് ചലയായിക്കട്ടെ, ഞാൻ അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ, അല്പനേരം ഞാൻ അവിടെ തണലിളയ്ക്കട്ടെ. എനിക്ക് നീ ഒരു കുളിർമ തരുമോ? എനിക്ക് നീ ഒരു ആശ്വാസം തരുമോ? എൻ്റെ വേദന നീ ഒന്ന് ആറ്റി അകറ്റുമോ? എൻ്റെ വേദന നീ ഒന്ന് കാണുമോ? ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നീ ഒന്ന് അറിയുമോ? നഷ്ടപ്പെട്ടു പോകുന്ന ജനലക്ഷങ്ങളെയും ജനകോടികളെയും കണ്ട് ഹൃദയം വിതുമ്പുന്നത് നീ ഒന്ന് കാണുമോ? സ്നേഹവായ്പോടെ ജനമധ്യത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമോ? മകനെ, നീ എനിക്ക് വേണ്ടി നിൻ്റെ ജീവിതം ഒന്ന് വിട്ടുതരുമോ? ഈ പടയിൽ ഞാനൊന്ന് കാലൂന്നി നിന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തൻ്റെയും അരികത്ത് വന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ കാണുവീൻ, നിങ്ങളുടെ ഉള്ളു തുറക്കുവീൻ, അവനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. രാജാധിരാജ, നീ എത്രേ എൻ്റെ രക്ഷകൻ, നീ എത്രേ എൻ്റെ ഉടയവൻ, നീ എത്രേ എൻ്റെ വീണ്ടെടുപ്പുകാരൻ, നീ എത്രേ എൻ്റെ നായകൻ, നീ എത്രേ എൻ്റെ നാഥൻ. ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് തരുന്നു, എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നു. ആണിപ്പാടുള്ള കരങ്ങളിലേക്ക്, എനിക്ക് വേണ്ടി ചോര ചിന്തിയ കരങ്ങളിലേക്ക്, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കരങ്ങളിലേക്ക്, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർക്കപ്പെട്ട കരങ്ങളിലേക്ക്, എൻ്റെ പാപം വഹിച്ച കരങ്ങളിലേക്ക്, എൻ്റെ ചുമട് പേറിയ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ തന്നെ തരുന്നു എന്ന് പറയുവീൻ. ദൈവജനമേ, അവനോട് വാക്ക് പറയുവീൻ, അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നിത്യനായ ദൈവമേ, വാത്സല്യവാനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, അതിമനോഹരമായ സമയത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ സന്ദർശിച്ചതിനായി സ്തോത്രം. ജീവന്റെ തിരുമൊഴികൾ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കുരിശ് എന്ത് എന്ന് പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തീയ മാർഗം ക്രൂസിന്റെ മാർഗം എന്ന് മനസ്സിലാക്കി തരുന്നതിനായി സ്തോത്രം. യേശുവേ, ഈ വഴി സന്തോഷത്തോടെ സ്വീകരിച്ച് പുഞ്ചിരിയോടെ കുരിശും ചുമന്ന് നിന്റെ പിന്നാലെ വരാൻ ഇതാ ഞങ്ങൾ ഒരുങ്ങുന്നു, ഞങ്ങളെ തന്നെ തരുന്നു, ഞങ്ങളിതാ പുറപ്പെടുന്നു. ഹല്ലേലൂയ. ഉടയവനെ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരുടെയും മേൽ നിന്റെ കരം വെക്കണം, തിരക്തം പുരട്ടണം, പാപങ്ങൾ ക്ഷമിക്കണം. കർത്താവേ, രോഗങ്ങൾ മാറ്റണം, ബന്ധനങ്ങൾ അഴിക്കണം, ഭൂതബാധകൾ മാറ്റണം, കുടുംബ സമാധാനം അയക്കണം, ഹൃദയം കത്തിക്കണം, ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ തിരി കൊളുത്തണം, ആനന്ദം തുടങ്ങണം, സ്വർഗത്തിൻ്റെ അവകാശം നൽകണം. രണ്ടാമത്തവന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുക്കണം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.